എല്ലാവർക്കും നമസ്കാരം. ആത്മപ്രകാശത്തിലേക്ക് സ്വാഗതം. ഇന്ന് അധ്യാത്മ രാമായണം പാരായണം 30-ാം ദിവസം. യുദ്ധകാണ്ഡത്തിലെ വിഭീഷണ രാജ്യാഭിഷേകം മുതൽ ഹനുമൽ ഭരത സംവാദം വരെ. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. വിഭീഷണ രാജ്യാഭിഷേകം. ലക്ഷ്മണനോട് അരുൾ ചെയ്തു, രാമനും രക്ഷോവരനാം വിഭീഷണനായി മയാദത്തമായ ഒരു ലങ്കാരാജ്യം ഉൾപ്പുക്കു. ചിത്തമോദാൽ അഭിഷേകം കഴിക്ക നീ എന്നതു കേട്ടു കവിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവ തോയാദി തീർത്ഥജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു. വാദ്യഘോഷത്തോട് താപസന്മാരുമായി ആർത്തു വിളിച്ച് അഭിഷേകവും ചെയ്തു. ഭൂമിയും ചന്ദ്ര ദിവാകരാദിയും രാമകഥയും ഉള്ളന്നു വിഭീഷണൻ. ലങ്കേശനായി വാഴുകെന്നതു കിരീടാദ്യ അലങ്കാരവും ചെയ്തു ദാനപുരസ്കൃതം. പൂജ്യനായ ഒരു വിഭീഷണനായി കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വെച്ചതു. വാച്ച കുതൂഹലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയും എല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്ന ആസ്തയാരാഘവൻ തൃക്കാൽക്കൽ വെച്ച് അഭിവാദ്യവും ചെയ്തു. വിഭീഷണൻ ആദരാൽ നക്തഞ്ജലേന്ദ്ര പ്രസാദത്തിനായ രാമഭദ്രൻ അതെല്ലാം പരിഗ്രഹിച്ചിടിനാൻ. ഇപ്പോൾ കൃതകൃത്യനായ നഹമെന്നു ചെൽപുരുഷൻ പ്രസാദിച്ചരുളിയിടിനാൻ. അഗ്രേ വിനീതനായി വന്ദിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായി അരുൾ ചെയ്തു, രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കടോ. ത്വൽസഹായത്വേന രാവണൻ തന്നെ ഞാൻ ഉത്സാഹമോടു വധിച്ചതു നിശ്ചയം. ലങ്കേശ്വരനായ വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനം അഭിഷേകവും ചെയ്തു. സീത സ്വീകാര്യം. പിന്നെ ഹനുമാനെ നോക്കി അരുൾ ചെയ്തു, മന്നവൻ നീ പോയി വിഭീഷണാനുജ്ഞയാ ചെന്നു ലങ്കാപുരം ബുക്കറിയിക്കണം. തന്വങ്കിയാകിയ ജാനകിയോടിതം ഭക്തഞ്ചരാധിപ നിഗ്രഹമാദിയാം വൃത്താന്തമെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എന്നാൽ അവളുടെ ഭാവവും വാക്കുമെന്നോട് വന്നു പറക നീ സത്വരം എന്നതു കേട്ടു പവന തനയനും ചെന്നു ലങ്കാപുരം പ്രാപിച്ച അനന്തരം വന്നു നിശാചരർ സൽക്കരിച്ചിടിനാർ. നന്ദിതനായൊരു മാരുതപുത്രനും രാമപാദാർജവും ധ്യാനിച്ചിരിക്കുന്ന ഭൂമി സുതയെ നമസ്കരിച്ചിടിനാൻ. വ്യക്തപ്രസാദമാലോക്യ കവിവരൻ വൃത്താന്തമെല്ലാം പറഞ്ഞു തുടങ്ങിനാൻ. ലക്ഷ്മണനോടും വിഭീഷണൻ തന്നോടും സുഗ്രീവനാദിയാം വാനരന്മാരോടും രക്ഷോവരനാം ദശഗ്രീവനെ കൊന്നു ദുഃഖമകന്നു തെളിഞ്ഞു മേവിടിനാൻ. യുദ്ധം ഭവതിയോടൊക്കെ പറകുന്നു ചിത്തം തെളിഞ്ഞ് അരുൾ ചെയ്തിതറിഞ്ഞാലും സന്തോഷം എത്രയുണ്ടായതു സീതയ്ക്കെന്നതു ചൊല്ലാവതു. ജാനകീ ദേവിയും ഗദ്ഗദവർണ്ണേന ചൊല്ലിനാളെന്തു ഞാൻ മർക്കട ശ്രേഷ്ഠ ചൊല്ലേണ്ടതു ചൊല്ലു നീ. ഭർത്താവിനെ കണ്ടുകൊള്ളുവാൻ ഉപായം എന്തെത്ര പാർക്കേണം ഇനിയും ശുചൈവ ഞാൻ നേരത്തതിനു യോഗം വരുത്തിയിടു നീ. ധീരത്വമിൽ ഇനിയും പുറത്തിയിടുവാൻ വാദാത്മജനും രഘുവരൻ തന്നോട് മൈഥിലി ഭാഷിതൻ ചെന്ന് ചൊല്ലിയിടിനാൻ. ചിന്തിച്ചു രാമൻ വിഭീഷണൻ തന്നോട് സന്തുഷ്ടനായ അരുൾ ചെയ്താൻ, വിരയനീ ജാനകീ ദേവിയെ ചെന്നു വരുത്തുക. ദീനതയുണ്ട് പോൽ കാണായിക കൊണ്ടുമാം സ്നാനം കഴിപ്പിച്ചു. ദിവ്യാംബരാഭരണാനുലേപാദ്യ അലങ്കാരമണിയിച്ചു. ശില്പമായൊരു ശിബിക മേലാരോപ്യ മൽപുരോഭാഗെ വരുത്തുക സത്വരം. മാരുതി തന്നോട് കൂടെ വിഭീഷണൻ ആരാമദേശം പ്രവേശിച്ചു സാദരം. വൃദ്ധമാരായ നാരീജനത്തെ കൊണ്ടു മുഗ്ധാംഗിയെ കുളിപ്പിച്ചു ചമയിച്ചു തണ്ടിലെടുപ്പിച്ചു കൊണ്ടു ചെല്ലും നേരം ഉണ്ടായി ചമഞ്ഞിതൊരു ഘോഷനിസ്വനം. വാനരവീരൻ തിക്കി തിരക്കിയ ജാനകീ ദേവിയെ കണ്ടുകൊണ്ടിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നതു കണ്ടൊരു യാഷ്ടികന്മാരണഞ്ഞാട്ടി അകറ്റിനാർ. കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോട് അരുൾ ചെയ്തു, വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ?
ഞാനുര ചെയ്തതു നിന്നോടിതെന്തടോ? ജാനകി ദേവിയെ കണ്ടാൽ അതിനൊരു ഹാനി എന്തുള്ളത് അത് പറഞ്ഞിടു നീ. മാതാവിനെ ചെന്നു കാണുന്നത് പോലെ മൈഥിലിയെ ചെന്നു കണ്ടാലും ഏവരും പാദചാരേണ വരേണമെന്നന്തികെ മേദിനി നന്ദിനിക്കും തത്ര ദൂഷണം. കാര്യാർത്ഥമായി പുരാനിർമ്മിതമായൊരു മായാജനകജാരൂപം മനോഹരം കണ്ടു കോപം പൂണ്ടു വാച്യവാദങ്ങളെ പുണ്ടരീകാക്ഷൻ ബഹുവിധം ചൊല്ലിനാൻ. ലക്ഷ്മണനോട് മായാസീതയും ശുചാ തൽക്ഷണേ ചൊല്ലിനാളേതുമേ വൈകാതെ വിശ്വാസമാശുമൽ ഭർത്താവിനും മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ. കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്കുക, ദണ്ഡമില്ലേതും എനിക്കതിൽ ചാടുവാൻ. സൗമിത്രിയും അത് കേട്ടു രഘുത്തമ സൗമുഖ്യഭാവം ആലോക്യ സസംഭ്രമം. സാമർഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീർത്തു തീയും ജ്വലിപ്പിച്ചു. രാമപാർശ്വം പ്രവേശിച്ചു നിന്നിടിനാൻ. ഭൂമി സുതയും അന്നേരം പ്രസന്നയായി ഭർത്താരമാലോക്യ ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ മുഹുസ്വയം ദത്താഞ്ജലിയോടും ദേവദ്വിജേന്ദ്ര തപോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ. ഭർത്താവിനെ ഒഴിഞ്ഞന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിനു നീ സാക്ഷിയല്ലോ സകലത്തിനുമാകയാൽ സാക്ഷാൽ പരമാർത്ഥം ഇന്നറിയിക്ക നീ എന്നു പറഞ്ഞുടൻ 3 വലം വെച്ചു ഭംഗിയിൽ ചാടിനാൾ. കിഞ്ചിൽ ഭയം വിനാ. ദുശ്ചവനാദികൾ വിസ്മയപ്പെട്ടതു നിശ്ചലമായതു ലോകവും അന്നേരം. ഇന്ദ്രനും കാലനും പാശിയും വായുവും വൃന്ദാരകാധിപന്മാരും കുബേരനും മന്ദാകിനീധരൻ താനും വിരിഞ്ചനും സുന്ദരിമാരാകും അപ്സര സ്ത്രീകളും ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും ദന്തശുകന്മാർ പിതൃക്കൾ മുനികളും ചാരണ ഗുഹ്യക സിദ്ധ സാധ്യന്മാരും നാരദ തുമ്പുരു മുഖ്യ ജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കവെ ചുറ്റും നിറഞ്ഞതു. രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കലന്നേരം വന്ദിച്ചതെല്ലാവരെയും നരേന്ദ്രനും രാമചന്ദ്രൻ പരമാത്മാനമന്നേരം പ്രേമം ഉൾക്കൊണ്ട് പുകഴ്ന്നു തുടങ്ങിനാർ. സർവലോകത്തിനും കർത്താ ഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ, അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാനനാശകനാകുന്നതും ഭവാൻ, സൃഷ്ടികർത്താവാം വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ ഇഷ്ടമാനായതും ലോകത്തിനാദ്യം മധ്യവും അന്തവും ഏകനാം നിത്യസ്വരൂപൻ ഭവാനല്ലോ. കർണങ്ങളായതും അശ്വിനി ദേവകൾ, കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ, ശുദ്ധനായി നിത്യനായ അദ്വയനായൊരു മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ. നിന്നുടെ മായയാ മൂടിക്കിടപ്പവർ നിന്നെ മനുഷ്യനെന്നുള്ളിലോർത്തിടുവോർ, നിന്നുടെ നാമസ്മരണം ഉള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ആത്മപ്രബോധവും. ദുഷ്ടനാൻ രാവണൻ ഞങ്ങളുടെ വധമൊട്ടൊഴിയാതെ അടക്കിനാൻ ഹൃദയം. നഷ്ടനായാൻ അവനിന്നു നന്നാലിനി പുഷ്ടസൗഖ്യം വസിക്കാൻ തോൽക്കരുണയാ. ദേവകളിത്തം പുകഴ്ത്തും ദശാന്തരെ ദേവൻ വിരിഞ്ചനും വന്ദിച്ചു വാഴ്ത്തിനാൻ. വന്ദേ പദം പരമാനന്ദമദ്വയം വന്ദേ പരമശേഷസ്ഥിതി കാരണം. അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താമാത്രം അവ്യയം ഈശ്വരം, സർവഹൃതിസ്ഥിതം സർവജഗന്മയം സർവലോകപ്രിയം സർവജ്ഞമദ്ഭുതം, രത്നകിരീടം രവിപ്രഭം കാരുണ്യ രത്നാകരം രഘുനാഥം രമാവരം, രാജരാജേന്ദ്രൻ രജനീചരാന്തകം രാജീവലോചനം രാവണനാശനം, മായാപരമജം മായാമയം മനുനായകം മായാവിഹീനം മധുദ്വിഷം, മാനവം മാനഹീനം മനുജോത്തമം മാധുര്യസാരം മനോഹരം മാധവം, യോഗചിന്യം സദാ യോഗഗമ്യം മഹായോഗ വിധാനം പരിപൂർണമച്യുതം, രാമം രമണീയരൂപം ജഗദഭിരാമം സദൈവ സീതാഭിരാമം ഭജേ. യുദ്ധം വിധാതൃസ്തുതി കേട്ടു രാഘവൻ ചിത്തമാനന്ദിച്ചിരുന്നരുളും നേരം, ആശ്രയാശൻ ജഗദാശ്രയഭൂതയാമാശ്രിത വത്സലയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്ന ആശു വണങ്ങിനാൻ ആശ്ചര്യം ഉൾക്കൊണ്ടു നിന്നിതെല്ലാവരും. ലങ്കേശ നിഗ്രഹാർത്ഥം വിപിനത്തിങ്കൽ നിന്നെങ്കൽ ആരോപിതയാകിയ ദേവിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുക. സങ്കടം തീർത്തു ജഗത്രയത്തിങ്കലും പാവകനെ പ്രതി പൂജിച്ചു രാഘവൻ ദേവിയെ മോദാൽ പരിഗ്രഹിച്ചിടിനാൻ. പങ്കേരുഭാക്ഷനും ജാനകി ദേവിയെ സ്വാംഗെ സമാവേശ ശോഭിച്ചിതേറ്റവും. ദേവേന്ദ്ര സന്ദർശനം.
സംക്രന്ദനൻ തഥാ രാമന് നിർജ്ജര സംഘേന സാർത്ഥം വണങ്ങി സ്തുതിച്ചതു. രാമചന്ദ്ര പ്രഭോ പാഹിമാം പാഹിമാം, രാമഭദ്രപ്രഭോ പാഹിമാം പാഹിമാം. ഞങ്ങളെ രക്ഷിപ്പതിന് മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരിധേ. നിന്തൊരു നാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നണമെൻ പോറ്റി മാനസേ. ചരിതാമൃതം ചൊൽവാനും എപ്പോഴും എൻ ചെവി കൊണ്ടു കേൾപ്പാനും അനുദിനം യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം. യോഗമൂർത്തേ ജനകാത്മജാവല്ലഭ. ശ്രീ മഹാദേവനും നിന്തിരു നാമങ്ങൾ രാമരാമേതി ജപിക്കുന്നിതന്വഹം. ത്വൽപാദ തീർത്ഥം ശിരസി വഹിക്കുന്നിതെപ്പോഴും ആത്മശുദ്ധിക്കുമാവല്ലഭൻ. ഏവം പലതരം ചൊല്ലി സ്തുതിച്ചൊരു ദേവേന്ദ്രനോട് അരുൾ ചെയ്തതു രാഘവൻ. മൃത്യു ഭവിച്ച കപികുല വീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കുകയും വേണം. പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമാക്കി ചമച്ചിടുക. വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായി ഒഴുകണമെന്നു കേട്ടിന്ദ്രനും എല്ലാം അരുൾ ചെയ്ത വണ്ണം വരികെന്നു കല്യാണം ഉൾക്കൊണ്ട് അനുഗ്രഹിച്ചിടിനാൻ. നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവർകളും ചന്ദ്രചൂടൻ പരമേശ്വരനും രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തി തന്നേരം. നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനമർന്നു നിന്നെ കാണുവാൻ. ചെന്നു വണങ്ങുകെന്നമ്പോട് കേട്ടതാ മന്നവൻ സംഭ്രമം പൂണ്ടു വണങ്ങിനാൻ. വൈദേഹിതാനും സുമിത്രാതനയനും ആദരവോട് വന്ദിച്ചു ജനകനെ. ഗാഠം പുണർന്നു നെറുകയിൽ ചുംബിച്ചു ഗൂഢനായ ഒരു പരമപുരുഷനെ. സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണം പുണർന്നാനന്ദമഗ്നായി ചിന്മയനോട് പറഞ്ഞു. ദശരഥൻ എന്മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മലമൂർത്തയെ ധരിച്ചതിന്നാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നിതു. നിൻ മഹാമായ മോഹിപ്പിയായി തന്നെയും കൽമഷനാശന കാരുണ്യവാരിതെ താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാ മോദേന പോവാൻ അനുവദിച്ചിടിനാൻ. ഇന്ദ്രാദി ദേവകളോട് ദശരഥൻ ചെന്നമരാവതി പുക്കുമരുവിനാൻ. സത്യസന്ധൻ തന്നെ വന്ദിച്ചനുജ്ഞ സത്യലോകം ചെന്നു പുക്കു വിരിഞ്ചനും. കാത്യായിനി ദേവിയോടും മഹേശ്വരൻ പ്രീത്യ വൃഷാരൂഢനായിരുന്നള്ളിനാൻ. ശ്രീരാമചന്ദ്രൻ യോഗേന പോയതു നാരദനാദി മഹാമുനി വൃന്ദവും. പുഷ്കര നേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നിടിനാർ. അയോധ്യയിലേക്കുള്ള യാത്ര. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചതു. പിന്നെ വിഭീഷണനായ ഭക്തന്മുത ദാസനാമെന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രൈവ സന്തുഷ്ടനായി മംഗല ദേവതയാകിയ സീതയാ മംഗല സ്നാനവും ആചരിച്ചിടണം. മേളമായിന്ന് വിരുന്നും കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ട് എഴുന്നള്ളിയിടുകയുമാം എന്ന് വിഭീഷണൻ ചൊന്നത് കേട്ടുടർ മന്നവൻ താനും അരുൾ ചെയ്തു. സോദരനായ ഭരതൻ അയോധ്യയിൽ ആധിയും പൂണ്ടു സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നതു ഞാനവൻ തന്നോട് കൂടി ഒഴിഞ്ഞ് അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്കുക എന്നുള്ളതില്ലടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുക എന്നുള്ളതും സ്നാനാശനാദികൾ ആചരിക്കുന്നതും നൂനമകനോടുകൂടിയാവിതു എന്ന് 14 സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്തവൻ വാഴുന്നു. ചെന്നീല ഞാനെന്നു തന്നെ എന്നാൽ അവൻ കന്യയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതുകൊണ്ട് ഉടർന്നിതു ഞാനിഹ. വന്നു സമയവുമേറ്റും അടുത്തങ്ങു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിന് മുന്നമേ. നിന്നിൽ വാത്സല്യമില്ലായകയുമല്ലമേ സൽക്കരിച്ചിടു നീ സത്വരം എന്നുട മർക്കര വീരകയൊക്കവേ സാദരം. പ്രീതിയവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി അതിനൊരു ചഞ്ചലനിലകൾ. എന്നെ കനിവോട് പൂജിച്ചതിൻ ഫലം വന്നുകൂടും കവി വീരരെ പൂജിച്ചാൽ. വാനാശന സ്വർണ രത്നാംബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരുംവണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ. അയോധ്യയ്ക്ക് എഴുന്നള്ളുവാനിഹ പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രിഞ്ചരാധിപൻ ഇന്ധമുണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനഥ. പൗലസ്ത്യയാനവും വന്നു വന്ദിച്ചതു. ജാനകിയോടും അനുജനോടും ചെന്നു മാനവവീരൻ വിമാനവുമേറിനാൻ. അർക്കാത്മജാതി കവിവരന്മാരോടും നക്തഞ്ചരാധിപനോടും ബഹുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിതാതരാൽ മന്ദേതരൻ ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു. മിത്രകാര്യം കൃതമായതു നിങ്ങളാൽ ശത്രുഭയമിനെ നിങ്ങൾക്കകപ്പെടാ.
മർക്കടരാജ സുഗ്രീവ മഹാമതേ, കിഷ്കിന്ധയിൽ ചെന്നു വാഴുക നീ സൗഖ്യമായി. ആശരാധീശ വിഭീഷണ, ലങ്കയിൽ ആശുപോയി വാഴുക നീയും ബന്ധുവർഗവും. കാകുൽസ്ഥനിദ്ധമരുൾ ചെയ്ത നേരത്തു വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിനാർ, ഞങ്ങളും കൂടെ വിട കൊണ്ട് അയോധ്യയിലങ്ങു കൗസല്യാദികളെയും വന്ദിച്ചു. മംഗലമാമാർ അഭിഷേകവും കണ്ടു. തങ്ങൾക്കുള്ള വിട വാണിടുവാൻ ഉണ്ടാക വേണം തിരുമനസ്സെങ്കിലേ കുണ്ടത ഞങ്ങൾക്കു തീരു ജഗൽപ്രഭു. അങ്ങനെ തന്നെ നമുക്കും അഭിമതം, നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിടുവിൻ സങ്കടമെന്യേ മിത്രവിയോഗജം. സേനയാസാർത്ഥം നിശാചരരാജനും വാനരന്മാരും വിമാനമേറിയിടിനാർ. സംസാരനാശനാജ്ഞയാ പുഷ്പകം ഹംസ സമന്വിതമുൽപ്പതിച്ചു തഥാ. നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജ പ്രിയയുക്തനാം രാമനെ കൊണ്ടു വിമാനവും എത്രയും ശോഭിച്ച് ദമ്പരാന്തേ തഥാ. മിത്രബിംബം കണക്കെ ധനദാസനം ഉത്സ്ഫംഗസീന്യ വിന്യസ്യ സീതാം ഭക്തവത്സലൻ നാലു ദിക്കും പുനരാലോക്യ. വത്സേ ജനകാത്മജേ ശൃണു വല്ലഭേ സത്സേവിതേ സരസീരുഖലോചനേ. പശ്യ ത്രികൂടാചല ഉത്തമാംഗസ്ഥിതം വിശ്വമോഹനമായ ലങ്കാപുരം. യുദ്ധാങ്കണം കാൺകതിലങ്ങു ശോണിത കർദ്ദമ മാംസാസ്തി പൂർണ്ണം ഭയങ്കരം. അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിൽ എത്രയും ഘോരമായുണ്ടായി സങ്കരം. അത്രൈവ രാവണൻ വീണു മരിച്ചിതൻ അസ്ത്രമേറ്റുത്തമേ നിന്നുടെ കാരണം. കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ടത്ര മരിച്ചതു വല്ലഭേ. വൃത്രാരിജിത്തു മതികായനും പുനരത്ര സൗമിത്രിതൻ അസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചതു. പിന്നെയും മറ്റുള്ള കൗണപന്മാരെ കവികൾ കൊന്നിടിനാർ. സേതു ബന്ധിച്ചതും കാണടോ സാഗരെ, ഹേതു ബന്ധിച്ചത് അതിനു നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ, പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം. കണ്ടാലും ഉണ്ടാം ദുരിത വിനാശനം, കണ്ടാലും അങ്ങതിന്നത്ര രാമേശ്വരം എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ. പന്നകഭൂഷണൻ തന്നെ വണങ്ങുങ്ങി അത്രവം എന്നെ ശരണമായി പ്രാപിച്ചത് ഉത്തമനായ വിഭീഷണൻ വല്ലഭേ. പുഷ്കര നേത്രേ പുരോഭൂയി കാണടോ കിഷ്കിന്ധയാകും കവീന്ദ്രപുരീമാം. ശ്രുത്വാ മനോഹരം ഭർത്തൃവാക്യം മുതാ പൃഥ്വീസുതയും അപേക്ഷിച്ചതന്നേരം. താരാതിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങു കൊണ്ടുപോയിടണം കൗതൂഹലം അയോധ്യാപുരിവാസിനാം. ചേതസി പാരമുണ്ടായി വരും നിർണയം. വാനര വീരരും ഒട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. ഭർത്തൃവിയോഗജ ദുഃഖമിന്നെന്നോളം ഇത്രിലോകത്തിങ്കൽ ആരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം. രാഘവൻ ത്രൈലോക്യ നായകൻ തന്നിലുള്ള ആഹൂതം അപ്പോൾ അറിഞ്ഞു വിമാനവും. ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാ കാണതു കണ്ടരു ചെയ്തുരുത്തമൻ. വാനരവീരരെ നിങ്ങൾ നിജ നിജ മാനിനിമാരെ വരുത്തുവിനെ വരും. മർക്കട വീരരതു കേട്ട് മോദേന കിഷ്കിന്ധ ബുക്കു. നിജാംഗനമാരെയും പോകുന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ. ശംഖാമൃഗാധിപന്മാരും കരയേറിനാർ. താരാർമകളായ ജാനകീദേവിയും താരാരുമാദികളോട് മുതാന്വിതം. ആലോകനാലാപ മന്ദഹാസാദി ഗാഠാലിംഗനം ഭൂചലനാദികൾ കൊണ്ടു സംഭാവനം ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ടു തിരിച്ചു വിമാനവും. വിശ്വൈകനായകൻ ജാനകിയോടരുളി ചെയ്തിതു പരമാനന്ദ സംയുതം. പശ്യ മനോഹരേ ദേവി വിചിത്രമാം ഋഷ്യമൂകാചലമുത്തുങ്കമെത്രയും. അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുക്താംഗി പഞ്ചവടി നാം ഇരുന്നേടം. വന്ദിച്ചുകൊള്ളുക അഗസ്ത്യാശ്രമം. ഭക്തി പൂണ്ടിന്ദീവരാക്ഷി സുതീക്ഷ്ണാശ്രമത്തെയും. ചിത്രകൂടാചലം പണ്ടു നാം വാണേടം. അത്രൈവ കണ്ടു ഭരതനെ നാമിടോ ഭദ്രേ മുതാ ഭരദ്വാജാശ്രമം കാൺക. ശുദ്ധീകരം യമുനാതടശോഭിതം. ഗംഗാനദി അതിന്ന് അങ്ങേതതിന്നങ്ങു. ശൃംഗിവീരൻ ഗുഹൻ വാഴുന്ന നാടടോ പിന്നെ സരയൂ നദിയിലിന്ന് അങ്ങേതു. അയോധ്യാനഗരം മനോഹരെ പിന്നെ യുദ്ധമരുൾ ചെയ്ത നേരത്തു രാഘവൻ ചിത്തമറിഞ്ഞാശു കാണു വിമാനവും. വന്ദിച്ചതു ഭരദ്വാജ മുനീന്ദ്രനെ. വന്ദിച്ച് അനുഗ്രഹം ചെയ്ത മുനീന്ദ്രനും രാമനും ചോദിച്ചപ്പോൾ അയോധ്യയിൽ ആമയമേതും ഒന്നില്ലയല്ലീ മുനി. മാതൃജനത്തിനും സൗഖ്യമല്ലീ മമ സോദരന്മാർക്കും ആചാര്യജനത്തിനും. താപസ ശ്രേഷ്ഠൻ അരുൾ ചെയ്തി തന്നേരം
താപമൊരുവർക്കുമില്ല അയോധ്യാപുരേ. നിത്യം ഭരത ശത്രുഘ്ന കുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ചു ഭക്ത്യാ ജടാവർക്കലാദികളും പൂണ്ടു സത്യസ്വരൂപനാൻ നിന്നെയും പാർത്തു പാർത്താഹന്ത സിംഹാസനെ പാതുകം വെച്ചു മോഹം തിരിച്ചു പുഷ്പാഞ്ജലിയും ചെയ്തു. കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ചു സമ്മതന്മാരായിരിക്കുന്നതെപ്പോഴും ത്വൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നിതു ചെൽപുരുഷ പ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ. സീതാഹരണവും സുഗ്രീവ സഖ്യവും യാതുദാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ. ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മം ഏതും തിരിക്കരുതാതൊരു വസ്തു നീ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം. ലക്ഷ്മി ഭഗവതി സീതയാകുന്നത് ലക്ഷ്മണനായ അനന്തൻ ജഗൽ പ്രഭോ. ഇന്നു നീ ശുദ്ധമാക്കണം മമാശ്രമം. ചെന്ന് അയോധ്യാപുരം പുക്കീടടുത്ത നാൾ കർണാമൃതമാം മുനിവാക്കു കേട്ടുപോയി. പർണശാലാമകം പുക്കിതു രാഘവൻ പൂജിതനായി ഭാതൃഭാര്യാസമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടിയിടിനാൻ. അനിമൽ ഭരത സംവാദം. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത് ചൊന്നാൻ അനിലാത്മജനോട് രാഘവൻ ചെന്ന് അയോധ്യാപുരം പ്രാപിച്ചു. സോദരൻ തന്നെയും കണ്ട് വിശേഷം അറിഞ്ഞു നീ വന്നിടുകന്നുടെ വൃത്താന്തവും പുനരൊന്നഴിയാതെ അവനോട് ചൊല്ലണം. പോകുന്ന നേരം ഗുഹനെയും ചെന്നു കണ്ട് ഏകാന്തമായി അറിയിച്ചീടവസ്ഥകൾ. മാരുതി മാനുഷവേഷം ധരിച്ചു പോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു. സത്വരം ചെന്നു നന്ദിഗ്രാമം ഉൾപ്പുക്കു ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ. പാതുകവും വെച്ച് പൂജിച്ച് അനാരദം ചേതസാരാമനെ ധ്യാനിച്ച് ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ടു മൂലഫലവും ഭുജിച്ചു കൃശാന്തനായി. ബാലനോടും കൂടെ വാഴുന്നത് കൊണ്ടും ഭാരതിയും ബഹുമാനിച്ചതേറ്റവും ആരുമില്ലിത്ര ഭക്തന്മാരവനിയിൽ എന്ന് കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്നു മധുരമാമാറു ചൊല്ലിയിടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്ത മാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധി. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവക ബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്നു ദേവിയെയും വീണ്ടും ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ. ശോകവും തീർന്നു വസിക്കാമിനിച്ചിരം യുദ്ധമാകർണ്യ ഭരതകുമാരനും രഥസാമോദം വിമോചിതനായി വീണു. സത്വരം ആശ്വസ്തനായ നേരം പുനരുദ്ധായ ഗാഠമാലിംഗനം ചെയ്തു. വാനരവീര ശിരസി മുതാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തു. ദേവോത്തമനോ നരോത്തമനോ ഭവാനേവം എന്നെ കുറിച്ചിത്ര കൃതയോടും ഇഷ്ടവാക്യമായി ചൊന്നതിനനുരൂപമായി തുഷ്ട്യാ കരുവതിന്നില്ല മറ്റേതുമേ. ശോകം മതീയം കളഞ്ഞ ഭവാനി ഞാൻ ലോകം മഹാമേരുസാകം വരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും. ചൊല്ലിയിടടോ രാമകീർത്തനം സൗഖ്യകം മാനവനാഥനു വാനരന്മാരോട് കാനനെ സംഗമമുണ്ടായതെങ്ങനെ. വൈദേഹിയെ കട്ടുകൊണ്ടവാറെങ്ങനെ. രാധുധാനാധികനാകിയ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോട് ഉത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങളെ ചിത്രകൂടാചരത്തിങ്കൽ നിന്ന് ആദി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായി ഇന്നോളമുള്ളോരവസ്ഥകൾ ആദരം ഉൾക്കൊണ്ട് ചൊല്ലുന്നതുണ്ട് ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക വന്നുപോം ദുഃഖവിനാശം തപോനിധേ എന്ന് പറഞ്ഞറിയിച്ചാൻ അഖിലവും അന്നവന്തൻ ചരിത്രം പവിത്രം പരം. ശത്രുഘ്നമിത്ര ഭൃത്യ അമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാർ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ഹരി ഓം.